ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയിം ടെക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്, അതായത് റിയൽമി 5ൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് നോക്കാം. പാക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ബോക്സിൽ തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബോക്സിൻ്റെ ബാക്കിൽ ഡിവൈസിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അൺബോക്സിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ജസ്റ്റ് എന്തൊരു ബോക്സ് കാണാൻ കഴിയും. ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഡിവൈസിൻ്റെ ക്വിക്ക് മാനുവലും പിന്നെ യൂസർ ഗൈഡും പിന്നെ വാറണ്ടി കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് നല്ല അടിപൊളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കേസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ റിയൽമി 5 ഡിവൈസ്. പിന്നെ ഈ ബോക്സിൽ 5V 2A ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ടൈപ്പ് സി മോഡലൊന്നുമല്ല, സാധാ നോർമൽ മോഡൽ ചാർജർ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. ചാർജിങ് കേബിൾ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ്. പിന്നെ സിം കാർഡ് ടൂൾ ഇജക്ടറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. ഡിവൈസിൻ്റെ ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇത് നൽകിയിട്ടുള്ളത്. കൂടാതെ ഗോറില്ല ഗ്ലാസ് 5 ആണ്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഡയമണ്ട് കട്ട് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതായത് റിയൽമി 2 പോലെയല്ല, റിയൽമി 5 ഡയമണ്ട് കട്ട് ഡിസൈൻ വേറെ ലെവൽ സാധനം ആണ്. പിന്നെ ഇതിൻ്റെ ഡിവൈസ് ക്വാഡ് ക്യാമറയാണ്. അതായത് 4 ക്യാമറയുണ്ട്. 12MP പ്രൈമറി ക്യാമറയും 8MP വൈഡ് ആംഗിൾ ലെൻസും 2MP സൂപ്പർ മാക്രോയും 2 പോർട്രേറ്റ് ലെൻസുമാണ്. പിന്നെ തൊട്ടടുത്ത് ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും വരുന്നത്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നോച്ച് ഡിസ്പ്ലേയും കൂടിയാണ്. ഡിവൈസ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനനുസരിച്ച് സ്ക്രീൻ കാർഡ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ ഉള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് വോളിയം ബട്ടണും സിം കാർഡ് ട്രേയും വരുന്നത് അവിടെയാണ്. ജസ്റ്റ് നമുക്ക് സിം കാർഡ് ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സിം കാർഡ് ട്രേ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം ഇത് 3 സ്ലോട്ട് ആണ്. അതായത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ താഴ്വശത്തോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ജാമും മൈക്കും USB പോർട്ടും പിന്നെ ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. മുകൾ വശം ഫ്ലാറ്റാണ്, ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ഔട്ടർ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. ഇത് ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററി തന്നെയാണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 665 പ്രൊസസ്സറാണ്. പിന്നെ ഇത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് കൂടിയാണ്. അതായത് അത്യാവശ്യം വെള്ളം നനഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലാത്ത മോഡലാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 198 ഗ്രാമാണ്. ഏകദേശം 200 ഗ്രാമിനടുത്താണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ എന്ന് പറയുന്നത് 1.180യും 0.631 കുഴപ്പമില്ലാത്ത സാർ വാല്യൂമാണ് ഇതിനുള്ളത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ തകർപ്പൻ ക്യാമറയാണ് റിയൽമി 5ൻ്റേത്. വീഡിയോയിൽ കാണുന്ന ഈ ഫോട്ടോസൊക്കെ റിയൽമി 5 എടുത്തതാണ്. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫോണിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ റിയൽമി 5ൻ്റേത് തന്നെയാണെന്നാണ്. ഇതിൻ്റെ ഫോട്ടോസിൻ്റെ സൂമിങ് പറയുകയാണെങ്കിൽ ഫുൾ സൂം ചെയ്താലും അതിൻ്റെ കറക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. റിയൽമി 5ൻ്റെ സ്ലോ മോഷനും അടിപൊളി സ്ലോ മോഷനാണ്. യാതൊരു ഹാങ്ങുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസാണ് നമുക്കിതിൽ കിട്ടുന്നത്. റിയൽമി 5ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,000 ആണ്. 10,000, 11,000, 12,000 എന്നീ 3 പ്രൈസുകളിലായിട്ടാണ് നിലവിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റാം 3GB അവൈലബിൾ ആണ്, 4GB അവൈലബിൾ ആണ്. റോം 32GB, 64GB, 128GB എന്നീ 3 സീരീസിലാണ് നിലവിൽ ഇറങ്ങിയിട്ടുള്ളത്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി 5 എന്നുള്ളത് ഈ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും നല്ല ഫോൺ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.